Hello everyone, welcome to iPlus. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4ന്റെ MCQs ആണ്. സോ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് സെൽ മോളിക്കുലർ ബയോളജി ആൻഡ് ബയോടെക്നോളജി ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടെക്നിക് ഇൻ വിച്ച് ന്യൂക്ലിക് ആസിഡ്സ് ഓർ പ്രോട്ടീൻസ് ആർ ഇമ്മൊബിലൈസ്ഡ് ഓൺ ടു എ സോളിഡ് സപ്പോർട്ടേഴ്സ് കോൾഡ് ആസ്. സോ എന്താണ് ഈ ഒരു ന്യൂക്ലിക് ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസിനെ ഇമ്മൊബിലൈസ് ചെയ്യുന്ന ഒരു സോളിഡ് സപ്പോർട്ടിനകത്ത് ഇമ്മൊബിലൈസ് ചെയ്യുന്ന ടെക്നിക്കിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബ്ലോട്ടിംഗ്, ഓപ്ഷൻ ബി ഇമ്മൊബിലൈസേഷൻ, ഓപ്ഷൻ സി ഹൈബ്രിഡൈസേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബവ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബ്ലോട്ടിംഗ് ആണ്. ബ്ലോട്ടിംഗ് ടെക്നിക്സ് ആണ് ഈ ന്യൂക്ലിക് ആസിഡ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻസിന് നമ്മൾ ഒരു സോളിഡ് സപ്പോർട്ടിനകത്ത് ഇമ്മൊബിലൈസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത് ഇച്ചിരി ബ്രോഡർ ടേം ആണ്. സോ അത് പലതിലും ആപ്ലിക്കബിൾ ആവും. സോ ഈ ക്വസ്റ്റ്യനകത്ത് സ്പെസിഫിക് ആയിട്ട് ബ്ലോട്ടിംഗിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി എന്താണ്? ഓപ്ഷൻ സി ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോബ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോംപ്ലിമെന്ററി ആയിട്ടുള്ള DNA നകത്ത് പ്രോബ്സ് വെച്ചിട്ട് അത് കോംപ്ലിമെന്ററി ആയിട്ട് ബൈൻഡ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അത് ബ്ലോട്ടിംഗിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ബട്ട് ബ്ലോട്ടിംഗ് ആണ് ഈ ഒരു സോളിഡ് സപ്പോർട്ടിനകത്ത് ന്യൂക്ലിക് ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസിനെ ഇമ്മൊബിലൈസ് ചെയ്യുന്നത് ബ്ലോട്ടിംഗ് ടെക്നിക് എന്നാണ് നമ്മൾ പറയുന്നത്. സോ പലതരത്തില് ബ്ലോട്ടിംഗ് ടെക്നിക്സ് ഉണ്ട്. സോ സദേൺ ബ്ലോട്ടിംഗ് ആണ് ആദ്യം ഇൻവെന്റ് ചെയ്ത് ആ ഒരു ടെക്നിക് എന്ന് പറയുന്നത്. സദേൺ ബ്ലോട്ടിംഗ് DNA ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. നോർത്തേൺ ബ്ലോട്ടിംഗ് RNA ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. വെസ്റ്റേൺ ബ്ലോട്ടിംഗ് പ്രോട്ടീനിന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഇൻ ജീൻ ക്ലോണിംഗ്. സോ ജീൻ ക്ലോണിംഗിന്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ഇതിനകത്ത് കറക്റ്റ് സീക്വൻസ് ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. പറഞ്ഞിരിക്കുന്നത് ഐസൊലേഷൻ ഓഫ് ജീൻ, ട്രാൻസ്ഫോർമേഷൻ ഇൻടു ഹോസ്റ്റ്, ലൈഗേഷൻ ഇൻടു വെക്ടർ ആൻഡ് ദെൻ സെലക്ഷൻ. സോ ഇവിടുത്തെ മിസ്റ്റേക്ക് എവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ലൈഗേഷൻ കഴിഞ്ഞിട്ട് ജീനെ ഐസൊലേറ്റ് ചെയ്യുക, എന്നിട്ട് അത് വെക്ടറിനകത്ത് ലൈഗേറ്റ് ചെയ്തിട്ടാണ് ഹോസ്റ്റിനകത്ത് ട്രാൻസ്ഫോം ചെയ്യുന്നത്. സോ അപ്പൊ ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ആദ്യം ലൈഗേഷൻ പിന്നെയാണ് ഹോസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻടു ഹോസ്റ്റ് നടക്കുന്നത്. അപ്പം ഓപ്ഷൻ എ എന്ന് പറയുന്നത് റോങ് ആണ്. ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. സോ ഓപ്ഷൻ ബിനകത്ത് ലൈഗേഷൻ ഇൻടു വെക്ടർ ആൻഡ് ദെൻ ഐസൊലേഷൻ ഓഫ് ജീൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ തന്നെ മിസ്റ്റേക്ക് ഉണ്ട്. ആദ്യം ഐസൊലേഷൻ ഓഫ് ജീൻസ് ആണ് വരുന്നത്, പിന്നെയാണ് ലൈഗേഷൻ ഇൻടു വെക്ടർ വരുന്നത്, പിന്നെ ട്രാൻസ്ഫോർമേഷൻ, പിന്നെ സെലക്ഷൻ. സോ ഇങ്ങനെയാണ് ജീൻ ക്ലോണിംഗിന്റെ സ്റ്റെപ്സ് പോകുന്നത്. ഓപ്ഷൻ സി നമുക്ക് നോക്കാം. സോ ഓപ്ഷൻ സിനകത്ത് ആദ്യം തന്നെ ട്രാൻസ്ഫോർമേഷൻ, പിന്നെ ഐസൊലേഷൻ ഓഫ് ജീൻ, ലൈഗേഷൻസ്, ഇവിടെ മൊത്തത്തിലെ സ്റ്റെപ്സ് തെറ്റാണ്. സോ ആദ്യം വേണ്ടത് ഐസൊലേഷൻ ഓഫ് ജീൻ ആണ്, പിന്നെ ലൈഗേഷൻ, പിന്നെ ട്രാൻസ്ഫോർമേഷൻ, പിന്നെയാണ് സെലക്ഷൻ വരേണ്ടത്. സോ ഈ ഒരു ഓപ്ഷനും റോങ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. സോ ഇതിനകത്ത് ഐസൊലേഷൻ ഓഫ് ജീൻ, പിന്നെ അതിനകത്ത് വെക്ടറിനകത്ത് ലൈഗേറ്റ് ചെയ്യുന്നു, പിന്നെ ആ ജീനിനെ ഹോസ്റ്റിനകത്ത് ട്രാൻസ്ഫോം ചെയ്യുന്നു, പിന്നെയാണ് സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് കറക്റ്റ് സീക്വൻസ് ഓഫ് ജീൻ ക്ലോണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജീൻ ക്ലോണിംഗിന്റെ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഫോറിൻ DNA പിന്നെ പ്ലാസ്മിഡിനെ നമ്മൾ ലൈഗേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇവിടുത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജീനെ ഐസൊലേറ്റ് ചെയ്യാണ്. സോ ഐസൊലേഷൻ ഓഫ് ജീൻ അതാണ് ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. സോ അതേപോലെ തന്നെ നമുക്ക് പ്ലാസ്മിഡും ഐസൊലേറ്റ് ചെയ്യണം. എന്നിട്ട് രണ്ടും നമുക്ക് സെയിം ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കും അവര് ബൈൻഡ് ചെയ്യാൻ റെഡിയാണ്. സോ അങ്ങനെ അവരെ ബൈൻഡ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് DNA ലൈഗേസ് വെച്ചിട്ട് ഇവരെ ലൈഗേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലൈഗേഷൻ എന്ന് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്. പിന്നെ ഈ ലൈഗേറ്റ് ചെയ്ത വെക്ടറിനെയാണ് നമ്മൾ റീകോമ്പിനന്റ് DNA എന്ന് പറയുന്നത്. സോ ഈ റീകോമ്പിനന്റ് DNA നമ്മൾ ഹോസ്റ്റ് സെല്ലിനകത്ത് ഈക്വലൈ പോലത്തെ ഹോസ്റ്റ് സെല്ലിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. സോ അതാണ് ഇതിന്റെ തേർഡ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. സോ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെൽസും കൾച്ചറിനകത്ത് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെൽസും കാണും. സോ ഇവിടെ ഈ ഒരു റീകോമ്പിനന്റ് DNA ഇൻകോർപ്പറേറ്റ് ചെയ്ത ഈക്വലൈ ഉണ്ട്. ഇത് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഹോസ്റ്റ് ആണ്. അതേസമയം ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്നില്ല. സോ
ട്രാൻസ്ഫോം ആവാത്ത സെൽസും കാണും. സോ ഇതിനകത്ത് നമ്മൾ സെലക്ടബിൾ മാർക്കേഴ്സ്, ഈ വെക്ടേഴ്സിനകത്ത് സെലക്ടബിൾ മാർക്കേഴ്സ് കാണും. അത് വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. സോ അതാണ് ഇവിടെ 4th സ്റ്റെപ്പായിട്ട് പറഞ്ഞേക്കുന്നത്. സെലക്ഷൻ ഓഫ് സെൽസ് വിത്ത് റീകോമ്പിനന്റ് DNA, പിന്നെ അത് ക്ലോൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് മേജർ സ്റ്റെപ്സ് ഓഫ് ക്ലോണിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ടീലോമിയറേസ്. സോ ടീലോമിയറേസ് എൻസൈം ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് DNA ഡിപെൻഡന്റ് DNA പോളിമറേസ്. ഓപ്ഷൻ ബി RNA ഡിപെൻഡന്റ് DNA പോളിമറേസ്. ഓപ്ഷൻ സി DNA ഡിപെൻഡന്റ് RNA പോളിമറേസ്. ഓപ്ഷൻ ഡി RNA ഡിപെൻഡന്റ് RNA പോളിമറേസ്. സോ ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് RNA ഡിപെൻഡന്റ് ആയിട്ടുള്ള DNA പോളിമറേസ് ആണ്. സോ ടീലോമിയറേസ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ യൂക്യാരിയോട്സിനകത്ത് എൻഡ് റെപ്ലിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. സോ യൂക്യാരിയോട്സിന്റെ ക്രോമസോംസ് ലീനിയർ ആയതുകൊണ്ട് തന്നെ എൻഡ്സിനകത്ത് ഇങ്ങനെ ഒരു ലാഗിങ് സ്ട്രാൻഡിനകത്ത് ഇച്ചിരി ഗ്യാപ്പ് വരുന്നത് ഫില്ല് ചെയ്യാൻ പറ്റാണ്ട് DNA ഷോർട്ടൺ ആയി വരുന്നുണ്ട്. സോ ആ ഒരു പ്രോബ്ലമിനെയാണ് നമ്മൾ യൂക്യാരിയോട്സിനകത്ത് എൻഡ് റെപ്ലിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ അതിനകത്ത് സെൽസിലുള്ള സൊല്യൂഷൻ ആണ് ഈ ടീലോമിയറേസ് എന്ന് പറയുന്ന എൻസൈം. സോ ടീലോമിയറേസ് എൻസൈമിനകത്ത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഓൺ ആയിട്ടുള്ള RNA ടെംപ്ലേറ്റ് ആണ് ഉള്ളത്. സോ RNA ടെംപ്ലേറ്റ് വെച്ചിട്ട് അത് ഈ ലീഡിങ് സ്ട്രാൻഡിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. പിന്നെ അപ്പം അവിടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും പ്രൈമേഴ്സിന് ബൈൻഡ് ചെയ്യാൻ സ്ഥലം കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു രീതിക്കാണ് ഇവിടെ ആ എൻഡ് റെപ്ലിക്കേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ പ്രൈമറിന് ബൈൻഡ് ചെയ്യാൻ സ്ഥലം ഉണ്ടാകുമ്പോഴത്തേക്കും പിന്നെ DNA പോളിമറേസ് അത് എക്സ്റ്റെൻഡ് ചെയ്യും. സോ ഇങ്ങനെ ഈ ടീലോമിയറേസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ വേണ്ടാത്ത നോൺ കോഡിംഗ് ആയിട്ടുള്ള റിപ്പീറ്റ്സ് ആണ്. സോ ഈ റിപ്പീറ്റ്സ് പിന്നെ മുറിഞ്ഞു പോയാലും കുഴപ്പമില്ല, ജീൻസിനെ അഫക്ട് ചെയ്യൂല. സോ അങ്ങനെയാണ് ഈ എൻഡ് റെപ്ലിക്കേഷൻ പ്രോബ്ലമിന് സെൽസിനകത്ത് ഒരു ടീലോമിയറേസ് വഴി ഒരു സൊല്യൂഷൻ ഉള്ളത്. സോ ടീലോമിയറേസിനകത്ത് RNA ടെംപ്ലേറ്റ് ആണ് ഉള്ളത്. RNA ഡിപെൻഡന്റ് ആയിട്ട് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വെച്ചിട്ടാണ് DNA സിന്തസൈസ് ചെയ്യുന്നത്. സോ ടീലോമിയറേസ് എൻസൈം എന്ന് പറയുന്നത് RNA ഡിപെൻഡന്റ് ആയിട്ടുള്ള DNA പോളിമറേസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇതിനകത്ത് ഓപ്ഷൻ എ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ DNA ഡിപെൻഡന്റ് ആയിട്ടുള്ള DNA പോളിമറേസ് ഏതാണ്? അപ്പം DNA ഡിപെൻഡന്റ് ആയിട്ടുള്ള DNA പോളിമറേസ് എന്ന് പറയുമ്പോൾ അത് റെപ്ലിക്കേഷനകത്ത് വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഈ കൊലയ്ക്കകത്ത് DNA പോളിമറേസ് 3 ഇട്ട് DNA വെച്ചിട്ട് തന്നെ DNA സിന്തസൈസ് ചെയ്യുവാണ്. സോ അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് DNA ഡിപെൻഡന്റ് ആയിട്ടുള്ള RNA പോളിമറേസ്. അത് ഏതായിരിക്കും? അത് ട്രാൻസ്ക്രിപ്ഷനെയാണ് പറയുന്നത്. സോ ട്രാൻസ്ക്രിപ്ഷനകത്ത് DNA ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് RNA-നെയാണ് സിന്തസൈസ് ചെയ്യുന്നത്. അത് RNA പോളിമറേസ് ആണ്. ട്രാൻസ്ക്രിപ്ഷനകത്താണ് ഇത് ഇൻവോൾവ് ആയിട്ടുള്ളത്. പിന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് DNA ഡിപെൻഡന്റ് RNA പോളിമറേസസ്. ചില RNA വൈറസസിനകത്ത് RNA-നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. സോ ടീലോമിയറേസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് മെയിൻ ആയിട്ട് അതിന്റെ ഫംഗ്ഷൻ. RNA ഡിപെൻഡന്റ് ആയിട്ടുള്ള DNA പോളിമറേസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which would be suitable for constructing a genomic library of 140 kb of DNA? സോ ഇവിടെ ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ള വെക്ടർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പ്ലാസ്മിഡ്, ഓപ്ഷൻ ബി P1 ബേസ്ഡ് വെക്ടർ, ഓപ്ഷൻ സി ബാക്ക്, ഓപ്ഷൻ ഡി പ്ലാസ്മിഡ്സ്. സോ ഇതിനകത്ത് നമുക്ക് തന്നേക്കുന്ന ഇൻസേർട്ട് സൈസ് ഏതിലായിരിക്കും കമ്പാറ്റബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് 140 എന്ന് പറയുന്നത് അത്യാവശ്യം ലാർജ് സൈസ് ആണ്. സോ ഇത് ബാക്ക് ആണ് ഇതിന് ജനറലി യൂസ് ചെയ്യാറ്. നമുക്ക് ഈ ഒരു ടേബിൾ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾ ആണ്. എല്ലാ വെക്ടേഴ്സും അതിന്റെ ഇൻസേർട്ട് കപ്പാസിറ്റിയും അറിഞ്ഞിരിക്കണം. സോ പ്ലാസ്മിഡ്സിന്റെ ഇൻസേർട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 10 kb ആണ്. ബാക്ടീരിയോഫേജസ് 10 to 20 kb, പ്ലാസ്മിഡ്സ് 30 to 45 kb, ബാക്സ് 100 to 300 kb, യാർഡ്സ് 100 to 1000 kb അല്ലെങ്കിൽ 1 MB എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഈ ഓരോ വെക്ടേഴ്സിന്റെയും ഇൻസേർട്ട് കപ്പാസിറ്റി. സോ ഇത് ഒന്ന് നോക്കി വെക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. For constructing recombinant plasmid and the DNA to be inserted are digested with the same restriction enzyme and kept in the reaction solution. To prevent self-sealing of the plasmid, which one of the following enzyme is utilized എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഈ റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ സമയത്ത്
റീകോമ്പിനന്റ് DNA ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് വെക്ടേഴ്സിനെ കട്ട് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് രണ്ടും സെൽഫ് ലൈഗേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ സെൽഫ് ലൈഗേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ RDNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്, ഓപ്ഷൻ ബി പോളിന്യൂക്ലിയോടൈഡ് കൈനേസ്, ഓപ്ഷൻ സി ടെർമിനൽ ട്രാൻസ്ഫറേസ്, ഓപ്ഷൻ ഡി ലൈഗേസ്. സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ആണ്. സോ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, സോ ഇവിടെ നമുക്ക് കാണാം, സോ ഇതാണ് നമ്മുടെ പ്ലാസ്മിഡ്. പ്ലാസ്മിഡിന് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, ഒരു OH ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ ഓപ്പോസിറ്റ് എൻഡിലും ഫോസ്ഫേറ്റ് ഉണ്ട്, OH ഉണ്ട്. സോ ഇത് സെൽഫ് ലൈഗേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാ ഇവിടെ കാണിച്ചിരിക്കുന്ന റീസർക്കുലറൈസേഷൻ ഓഫ് പ്ലാസ്മിഡ്, സെൽഫ് ലൈഗേഷൻ അല്ലെങ്കിൽ സെൽഫ് സീലിംഗ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. സോ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ഡിസൈഡ് DNA ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ആണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്നത്. സോ ഈ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഈ എൻഡിലുള്ള ഫോസ്ഫേറ്റ്സിനെ റിമൂവ് ചെയ്യും. സോ ഈ എൻഡിലുള്ള ഫോസ്ഫേറ്റ്സിനെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും OH ഗ്രൂപ്പ് ആണ് അവിടെയും വരുന്നത്. സോ അപ്പം ഇവര് സെൽഫ് ലൈഗേറ്റ് ചെയ്യില്ല. DNA ലൈഗേസിന്റെ പ്രസൻസിൽ അവർ റീസർക്കുലറൈസ് ചെയ്യത്തില്ല. സോ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ആണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്നത്. സോ പേര് വെച്ച് തന്നെ പറയാം, ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് അവർക്കുള്ളത്. സോ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ആ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തിട്ടാണ് സെൽഫ് ലൈഗേഷൻ. 5' ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ലൈഗേഷന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ റേഡിയോ ആക്റ്റീവ് ടാഗിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പോളിന്യൂക്ലിയോടൈഡ് കൈനേസ് യൂസ് ചെയ്യാറുണ്ട്. സോ ഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്, ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് പോളിന്യൂക്ലിയോടൈഡ് കൈനേസിനുള്ളത്. സോ ഓപ്ഷൻ സി ആയിരുന്നു ടെർമിനൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. സോ ടെർമിനൽ ട്രാൻസ്ഫറേസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ടെർമിനൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈംസ്. സോ ഇതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹോമോ പോളിമർ ടെയിൽസിനെയാണ് ആഡ് ചെയ്യുന്നത് 3' എൻഡിലും. സോ ഇത് നമുക്ക് ഇങ്ങനത്തെ ലൈഗേറ്റിംഗ് എൻസ് കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള എൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ വെക്ടറിനകത്ത് എ എന്ന് പറയുന്ന പോളി എ ചെയിൻ ആഡ് ചെയ്യുവാണെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ ഏത് DNA ആണോ നമുക്ക് അതിനകത്ത് ക്ലോൺ ചെയ്യേണ്ടത് അതിനകത്ത് അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള TTT ആഡ് ചെയ്യും. സോ അത് അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ലൈഗേറ്റിംഗ് എൻസ് കിട്ടും. സോ അതിന് വേണ്ടിയിട്ടുള്ള എൻസൈം ആണ് ഈ ടെർമിനൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആയിരുന്നു ലൈഗേസ്. സോ ലൈഗേസ് നമുക്കറിയാം, സോ ഈ മിക്സിനെ സീൽ ചെയ്യുന്നതാണ്, ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഉണ്ടാക്കുന്ന എൻസൈം ആണ് ലൈഗേസ് എന്ന് പറയുന്നത്. വെക്ടറിനെ ഇൻസേർട്ട് DNAനെയും സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം ആണ് ലൈഗേസ് എൻസൈം എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻസ് ഓഫ് ടേംസ് ഇസ് മാച്ച്ഡ് ഇൻകറക്ട്ലി. സോ ഇവിടെ തെറ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്ന കോമ്പിനേഷൻ ഏതാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ നാനോപോർ DNA സീക്വൻസിങ്. സോ അത് റൈറ്റ് പാരിംഗ് ആണ്. സോ നാനോപോർ എന്ന് പറയുന്ന ഒരു DNA സീക്വൻസിങ് മെത്തേഡ് ഉണ്ട്. സോ സെക്കൻഡ് പൈറോ സീക്വൻസിങ് പ്രോട്ടീൻ പ്രൈമറി സ്ട്രക്ചർ. സോ ഇത് റോങ് ആണ്. പൈറോ സീക്വൻസിങ് DNA സീക്വൻസിങ് മെത്തേഡ് ആണ്, കെമിലൂമിനസൻസ് വെച്ചിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. സോ അതല്ലാണ്ട് ഇത് പ്രോട്ടീൻ പ്രൈമറി സ്ട്രക്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന മെത്തേഡ് അല്ല. ഓപ്ഷൻ സി ഹോമോലോഗസ് റീകോമ്പിനേഷൻ ക്ലോറോപ്ലാസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ. സോ ഇത് പ്ലാന്റിനകത്ത് ഹോമോലോഗസ് റീകോമ്പിനേഷൻ ക്ലോറോപ്ലാസ്റ്റ് ട്രാൻസ്ഫോർമേഷന് യൂസ് ചെയ്യാറുണ്ട്. അതും റൈറ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ആണ് SSR കോഡോമിനന്റ് മാർക്കർ. സോ അതും റൈറ്റ് ഓപ്ഷൻ ആണ്. SSRs എന്ന് പറയുന്നത് കോഡോമിനന്റ് മാർക്കർ തന്നെയാണ്. സോ ഇതിനകത്ത് തെറ്റായിട്ട് തെറ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പൈറോ സീക്വൻസിങ് വിത്ത് പ്രോട്ടീൻ പ്രൈമറി സ്ട്രക്ചർ ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which one of the following is not a codominant marker? സോ ഈ ഓപ്ഷനകത്ത് ഏതാണ് കോഡോമിനന്റ് മാർക്കർ അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ RAPD, ഓപ്ഷൻ ബി SNP, ഓപ്ഷൻ സി RFLP, ഓപ്ഷൻ ഡി VNTR. സോ ഇതിനകത്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് RAPD ആണ്. സോ RAPD ഒരു ഡോമിനന്റ് മാർക്കർ ആണ്. സോ ഇതിനകത്ത് ഹോമോസൈഗോസും ഹെറ്ററോസൈഗോസും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
ഇതിന് ആ ഒരു അലീലിന്റെ പ്രസൻസ് ഉണ്ടോ ആബ്സെൻസ് ഉണ്ടോ എന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനത്തെ മാർക്കേഴ്സിനെയാണ് നമ്മൾ ഡോമിനന്റ് മാർക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. ബാക്കി ഈ ലിസ്റ്റിലുള്ളതെല്ലാം കോഡോമിനന്റ് മാർക്കേഴ്സ് ആണ്. സോ ഈ ഒരു ടേബിളിനകത്ത് നമുക്ക് ഡോമിനന്റ് മാർക്കേഴ്സ് ആൻഡ് കോഡോമിനന്റ് മാർക്കേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. സോ ഇതൊന്ന് നോക്കി വെക്കാം. ഡോമിനന്റ് മാർക്കേഴ്സ് RAPDയും AFLPയും ആണ്. കോഡോമിനന്റ് മാർക്കേഴ്സ് നമ്മുടെ ഈ റിപ്പീറ്റ്സ് STRs പിന്നെ VNTRs അതല്ലാണ്ട് RFLP ആൻഡ് SNP സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം ഇതെല്ലാം കോഡോമിനന്റ് മാർക്കേഴ്സ് ആണ്. സോ മെയിനായിട്ട് ഇത് ഓർത്തുവെക്കുക. ഡോമിനന്റ് മാർക്കേഴ്സ് RAPDയും AFLPയും ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The fluid mosaic model of plasma membrane given by Singer and Nicholson is applicable to option A, only prokaryotic membrane, option B, only eukaryotic membrane, option C, both prokaryotic and eukaryotic membranes, option D, only to the organelles membrane. So ഇവിടെ ഏത് ഫ്ലൂയിഡ് മൊസൈക് മോഡൽ എങ്ങനത്തെ പ്ലാസ്മ മെംബ്രെയിനിലാണ് ആപ്ലിക്കബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സിംഗർ ആൻഡ് നിക്കോൾസൺ തന്ന പ്ലാസ്മ മെംബ്രെയിന്റെ മോഡൽ ബോത്ത് പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് മെംബ്രെയിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Phosphatidylserine, serine, an important component of biological membrane, is located in. So phosphatidylserine എന്ന് പറയുന്ന ലിക്വിഡ് എവിടാണ് ലൊക്കേറ്റഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ, the outer leaflet but flip-flops to inner എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി, both leaflets of plasma membrane. ഓപ്ഷൻ സി, middle of the bilayer. ഓപ്ഷൻ ഡി, the inner leaflet but flip-flops to outer leaflet under specific condition. So ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ ഫോസ്ഫറ്റൈഡിൽസെറീൻ നോർമൽ കണ്ടീഷനിൽ എപ്പോഴും ഇന്നർ ലീഫ്ലെറ്റിലാണ് ഉണ്ടാവുന്നത്. സോ ഇത് നമ്മളൊരു ബയോലിപ്പിഡ് ലെയർ ആണ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും. സോ ഇവിടെ റെഡ് കളറിൽ ഫിൽ ചെയ്തേക്കുന്നതാണ് ഫോസ്ഫറ്റൈഡിൽസെറീൻ എന്ന് കൺസിഡർ ചെയ്യുക. ഇത് എക്സ്ക്ലൂസീവ്ലി നോർമൽ കണ്ടീഷൻസിൽ ഇന്നർ ലീഫ്ലെറ്റിലാണ് ഇരിക്കുന്നത്. ബട്ട് അപ്പോപ്ടോസിന്റെ സമയത്ത് അപ്പോപ്ടോസിസ് സിഗ്നൽ ആയിട്ട് അവർ ആക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവര് ഔട്ടർ ലീഫ്ലെറ്റിലോട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയ്യുന്നുണ്ട്. സോ അപ്പോപ്ടോസിസ് കണ്ടീഷനിൽ ഈ ഈവനിങ് സിഗ്നൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഫോസ്ഫറ്റൈഡിൽസെറീൻ ആണ്. സോ അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ്. സോ ഓപ്ഷൻ എ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. ദ ഔട്ടർ ലീഫ്ലെറ്റ് ബട്ട് ഫ്ലിപ്പ് ഫ്ലോപ്സ് ടു ഇന്നർ അങ്ങനല്ല. ഓപ്ഷൻ ബി, ബോത്ത് ലീഫ്ലെറ്റ്സ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ അല്ല. നോർമൽ കണ്ടീഷനകത്ത് ഇവര് എക്സ്ക്ലൂസീവ്ലി ഇന്നർ ലീഫ്ലെറ്റിനകത്താണ് ഫോസ്ഫറ്റൈഡിൽസെറീൻ ഉണ്ടാവുക. ഓപ്ഷൻ സി, മിഡിൽ ഓഫ് ദ ബൈലെയർ അല്ല, അത് ലിപ്പിഡ്സ് ആണ്. അവര് ഒന്നില്ലെങ്കിൽ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് ജനറലി ഔട്ടർ അല്ലെങ്കിൽ ഇന്നർ ലെയറിലായിരിക്കും ഇരിക്കുന്നത്. ഫോസ്ഫറ്റൈഡിൽസെറീൻ എക്സ്ക്ലൂസീവ്ലി ഇന്നർ ലെയറിലാണ് നോർമൽ കണ്ടീഷൻസിൽ ഉണ്ടാവുക. ആൻഡ് അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻസ് ഇവിടെ പറഞ്ഞേക്കുന്നത് അപ്പോപ്ടോസിസ് പോലത്തെ കണ്ടീഷനിലാണ്. അപ്പൊ അവര് ഔട്ടർ ലീഫ്ലെറ്റിലോട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയ്യും. അപ്പൊ അത് ഈറ്റ്മി സിഗ്നൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ 10 എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓഫ് അയോൺസ് അക്രോസ് മെംബ്രെയിൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓപ്ഷൻ എ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, ഓപ്ഷൻ ബി മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, ഓപ്ഷൻ സി ബോത്ത് കോൺസെൻട്രേഷൻ ആൻഡ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, ഓപ്ഷൻ ഡി ഇൻഡിപെൻഡന്റ് ഓഫ് ബോത്ത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഓഫ് അയൺസിന്റെ കാര്യമാണ്. സോ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നമുക്കറിയാം ആക്റ്റീവ് അല്ലാത്ത പ്രോസസ് ആണ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ടുവേർഡ്സ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് പോകുന്ന ഒരു പ്രോസസ് ആണ്. സോ നമ്മൾ ജനറൽ ഡിഫ്യൂഷൻ, സിമ്പിൾ ഡിഫ്യൂഷൻ മെംബ്രെയിന്റെ അക്രോസ് അയോൺസിന് പോകാൻ പറ്റത്തില്ല. ബട്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻസിൽ അയോൺസിന് പോകാൻ പറ്റും. സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആൻഡ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന അയൺസിന്റെ കാര്യമാണ്. സോ അയൺസിൽ അവരുടേതായ ചാർജ് ഉണ്ട്. അപ്പൊ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് മാത്രമല്ല മെംബ്രെയിൻ പൊട്ടൻഷ്യലിനെയും അവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ ഇതിനെ നമ്മൾ കലക്റ്റീവ്ലി പറയുന്ന ഒരു ടേം ആണ് ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻസ് എന്ന് പറയുന്നത്. സോ കെമിക്കൽ മാത്രമല്ല, അവരുടെ കെമിക്കൽ കോൺസെൻട്രേഷൻ മാത്രമല്ല മെംബ്രെയിൻ പൊട്ടൻഷ്യലും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് അയൺസ് മൂവ് ചെയ്യാറ്. സോ അതിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സോ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ അയൺസിന്റെ ട്രാൻസ്പോർട്ടിനകത്ത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റും കൺസിഡർ ചെയ്യണം, മെംബ്രെയിൻ പൊട്ടൻഷ്യലും കൺസിഡർ ചെയ്തിട്ട് ഒരു നെറ്റ് മൂവ്മെന്റ് ആണ് അവിടെ വരാറ്. അതാണ് ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
So question 11 എന്ന് പറയുന്നത് which one of the following structures is primarily involved in the detoxification process and therefore abundant in liver cells. So liver cellsനകത്തുള്ള detoxification process ഏത് ഓർഗനലിനകത്താണ് മെയിൻ ആയിട്ട് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. So option A rough endoplasmic reticulum, option B smooth endoplasmic reticulum, option C nuclear envelope, ഓപ്ഷൻ ഡി ഗോൾഗി അപ്പാരറ്റസ്. ഇത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്താണ് ഇതിൻ്റെതായിട്ടുള്ള എൻസൈംസ് ഉള്ളത്. സോ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത് ലിവറിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 12. The eukaryotic mitochondria is more similar. So eukaryotic ആയിട്ടുള്ള മൈറ്റോകോൺഡ്രിയ ഏത് ഓർഗാനിസമായിട്ടാണ് സിമിലാരിറ്റി ഷോ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി പ്രൊട്ടിസ്റ്റ്, ഓപ്ഷൻ സി വൈറസ്, ഓപ്ഷൻ ഡി വൈറസോയിഡ്സ്. സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. സോ ഇതിന് ഉള്ള തിയറിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള തിയറിയാണ് എൻഡോസിംബയോട്ടിക് തിയറി എന്ന് പറയുന്നത്. സോ എൻഡോസിംബയോട്ടിക് തിയറി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ആൻസിസ്ട്രൽ പ്രോകാരിയോട്ട് ഉണ്ടായിരുന്നു. അത് ഒരു എയറോബിക് ആയിട്ടുള്ള ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്തു. അതാണ് പിന്നീട് മൈറ്റോകോൺഡ്രിയ ആയിട്ട് മാറിയത്. സോ അതേസമയം നമുക്ക് ക്ലോറോപ്ലാസ്റ്റിനും ഈ ഒരു തിയറി പറയാറുണ്ട്. സൈനോബാക്ടീരിയത്തിന് എൻഗൾഫ് ചെയ്യുമ്പോഴാണ് അത് ക്ലോറോപ്ലാസ്റ്റ് ആയിട്ട് മാറിയതെന്നാണ് പറയുന്നത്. സോ ഇതാണ് എൻഡോസിംബയോട്ടിക് തിയറി എന്ന് പറയുന്നത്. സോ മൈറ്റോകോൺഡ്രിയ സിമിലാരിറ്റി ഷോ ചെയ്യുന്നത് ബാക്ടീരിയ ആയിട്ടാണ് സിമിലാരിറ്റി ഷോ ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11 nanometer is bit of which nuclear structure? So 11 nanometer, so ഇത് ജീനോം ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ന്യൂക്ലിയോസോം, ഓപ്ഷൻ ബി ക്രോമോസോം, ഓപ്ഷൻ സി സോളനോയിഡ്, ഓപ്ഷൻ ഡി ക്രോമാറ്റഡ്. സോ ഇതിന്റെ ജീനോം ഓർഗനൈസേഷനകത്ത് എല്ലാത്തിന്റെയും വിത്ത് നമുക്ക് ശ്രദ്ധിച്ചു വെക്കേണ്ടി വരും. ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 11 നാനോമീറ്റർ ന്യൂക്ലിയോസോമിനാണ്. സോ ഈ ഒരു ഇമേജിനകത്ത് എല്ലാം വിത്തും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് DNA ഹെലിക്സ് ഒരു തരം ഓർഗനൈസേഷനും ഇല്ലാണ്ട് ഹിസ്റ്റോണിനകത്തൊന്നും ബൈൻഡ് ചെയ്യാണ്ട് നമ്മൾ ഡബിൾ ഹെലിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2 നാനോമീറ്റർ ആണ്. അതേസമയം നമ്മൾ ഹിസ്റ്റോണിനകത്ത് ഇങ്ങനെ ബീറ്റ്സ് ഓൺ ദ സ്ട്രിംഗ് സ്ട്രക്ചർ എന്ന രീതിക്ക് ഇരിക്കുകയാണെങ്കിൽ അത് 11 നാനോമീറ്റർ ആണ്. സോ ഇതാണ് ഇവിടെ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞേക്കുന്നത്. ബീറ്റ്സ് ഓൺ സ്ട്രിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ന്യൂക്ലിയോസോം ആണ്. അത് 11 നാനോമീറ്റർ ആണ് അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ അത് ഫെർദർ കണ്ടൻസ്ഡ് ആയിട്ട് പാക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഹെലിക്കലി ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അത് 30 നാനോമീറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് ഇവിടെ സോളനോയിഡ് മോഡൽ. ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് സോളനോയിഡ് മോഡൽ 30 നാനോമീറ്ററിന്റെ ആണ്. പിന്നെ അതൊരു സ്കെഫോൾഡ് പ്രോട്ടീനകത്ത് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഫെർദർ കണ്ടൻസ് ചെയ്യും. അപ്പൊ അത് 300 നാനോമീറ്റർ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് ഫെർദർ കോയിൽ ആവും. സോ അതാണ് ഒരു ക്രൊമാറ്റിഡ് സ്ട്രക്ചർ വരുന്നത്. സോ ഒരു ക്രൊമാറ്റിഡ് സ്ട്രക്ചറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 700 നാനോമീറ്റർ ആണ്. അതേസമയം അത് മെറ്റാ ക്രോമോസോംസ് ആവുമ്പോൾ അതിന്റെ ഡബിൾ ആണ്. 1400 നാനോമീറ്ററിലായിട്ടാണ് നമ്മൾ മെറ്റാ ക്രോമോസോംസിനകത്ത് ഇത് കാണുന്നത്. സോ ഈ ഒരു വിഡ്ത്തും ഈ ഒരു പ്രോസസ്സും ഒന്ന് നോക്കി നോക്കാം. സോ 11 നാനോമീറ്റർ വിഡ്ത്ത് ഉള്ളത് ന്യൂക്ലിയോസോംസിനാണ്. ബീഡ്സ് ഓൺ ദ സ്ട്രിംഗ് സ്ട്രക്ചർ ആണ്. So next question പോവാം. So question number 40. C value paradox suggest us about. So C value paradox എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ collinearity between genome size and complexity of organisms. ഓപ്ഷൻ ബി non-collinearity between complexity of organisms and genome size. ഓപ്ഷൻ സി dosage compensation due to different sex chromosomes in male and female. ഓപ്ഷൻ ഡി വേരിയബിൾ നമ്പർ ഓഫ് ക്രോമോസോംസ് വിത്തിൻ സ്പീഷീസ്. സോ എന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ ബി നോൺ കോലീനിയാരിറ്റി ബിറ്റ്വീൻ കോംപ്ലക്സിറ്റി ഓഫ് ഓർഗാനിസം ആൻഡ് ജീനോം സൈസ്. ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നതാണ് നമ്മൾ ജനറൽ ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും ജീനോം സൈസും കോംപ്ലക്സിറ്റിയും ഒരു ലീനിയാരിറ്റി അതിനകത്ത് കാണാമെന്നായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു ജീനോം സൈസ് ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും ആ ഓർഗാനിസത്തിന്റെ കോംപ്ലക്സിറ്റിയും കൂടുന്നതായിരിക്കും നമുക്ക് ഇൻറ്റ്യൂട്ടീവ് ആയിട്ട് വരുന്നത്. ബട്ട് അങ്ങനെ ഒരു കോലീനിയാരിറ്റി ഇല്ല. സോ അങ്ങനത്തെ ഒരു നോൺ കോലീനിയാരിറ്റിനെയാണ് നമ്മൾ സി വാല്യൂ പാരഡോക്സ് എന്ന് പറയുന്നത്. സോ ഓർഗാനിസത്തിന്റെ ജീനോം സൈസ് അധികം എന്ന് പറഞ്ഞിട്ട് അതിന്റെ കോംപ്ലക്സിറ്റി കൂടണം എന്നില്ല. സോ അതാണ് സി വാല്യൂ പാരഡോക്സ് സജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
During DNA replication, events at the replication fork require different types of enzymes having specialized function except. So DNA replication സമയത്ത് എന്തൊക്കെ എൻസൈംസ് ആണ് സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ ഉള്ളത് എക്സെപ്റ്റ്. സോ ഇതിനകത്ത് ഒരു ഓപ്ഷൻ തെറ്റാണ്, ബാക്കി തന്നെ റൈറ്റ് ആണ്. ആ തെറ്റായിട്ടുള്ള ഓപ്ഷനെയാണ് നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ റെപ്ലിക്കേഷൻ ഫോക്കിനകത്ത് എന്തായാലും നമുക്ക് DNA പോളിമറേസ് 3 വേണം. ബാക്ടീരിയന്റെ കേസിൽ DNA പോളിമറേസ് 3 വേണം. സോ DNA പോളിമറേസ് 3 ആണ് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്തിട്ട് ആ സ്ട്രാൻഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. സോ എന്തായാലും നമുക്ക് DNA പോളിമറേസ് 3 വേണം. DNA ലൈഗേസ് വേണം. സോ DNA ലൈഗേസ് ലാഗിങ് സ്ട്രാൻഡിനകത്ത് ഇങ്ങനെ പ്രൈമറിനെ റിമൂവ് ചെയ്തിട്ട് പിന്നെ DNA സീക്വൻസ് DNA പോളിമറേസ് 1 അതിനെ റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ആ മിക്സിനെ സീൽ ചെയ്യുന്നത് DNA ലൈഗേസ് ആണ്. DNA ഗൈറേസ് എന്ന് പറയുന്നത് ടോപ്പോ ഐസോമറേസ് 2 ആണ്. അത് ഈ സൂപ്പർ കോയിലിംഗ് റിമൂവ് ചെയ്യാനായിട്ടുള്ളതാണ് DNA ഗൈറേസ്. സോ അതും റിപ്ലിക്കേഷൻ ഫോക്കിൽ എസെൻഷ്യൽ ആണ്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് DNA ഗ്ലൈക്കോസിലേസ്. സോ DNA ഗ്ലൈക്കോസിലേസ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ. DNA ഗ്ലൈക്കോസിലേസ് റെപ്ലിക്കേഷന്റെ സമയത്ത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ നമുക്ക് ഈ ഒരു ഇമേജിനകത്ത് റെപ്ലിക്കേഷൻ ബാക്ടീരിയയുടെ റെപ്ലിക്കേഷൻ ഫോർക്ക് നമുക്ക് കാണാം. സോ ഇവിടെ ടോപ്പോ ഐസോമറേസ് 2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തേക്കുന്നതാണ് DNA ഗൈറേസ്. സോ DNA ഗൈറേസ് ഹെലിക്കേസിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്ട്രാൻഡിന് മുന്നിൽ തന്നെ പോകും. സോ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സൂപ്പർ കോയിൽ, സോ ഇതിങ്ങനെ സ്ട്രാൻഡ്സ് ഇങ്ങനെ സെപ്പറേറ്റഡ് ആകുമ്പോഴത്തേക്കും വരുന്ന സൂപ്പർ കോയിലിനെ റിമൂവ് ചെയ്യാനുള്ളതാണ് ടോപ്പോ ഐസോമറേസ് 2. എന്നിട്ട് നമുക്ക് DNA ലൈഗേസ് ഇവിടെ ഉണ്ട്. DNA ലൈഗേസ് നമുക്ക് ഇവിടെ കാണാം. ലാഗിങ് സ്ട്രാൻഡിനകത്താണ് മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൈമേഴ്സിന് റിമൂവ് ചെയ്തിട്ട് DNA പോളിമറേസ് 1 DNA ന്യൂക്ലിയോടൈഡ്സ് വെച്ചത് റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ വരുന്ന നിക്കിനെ സീൽ ചെയ്യാനായിട്ടാണ് DNA ലൈഗേസ് ഉള്ളത്. പിന്നെ ഉള്ളത് DNA പോളിമറേസ് 3. അതെന്തായാലും എസെൻഷ്യൽ ആണ്, പോളിമറൈസേഷൻ നടക്കാൻ വേണ്ടി എസെൻഷ്യൽ ആണ്. അപ്പൊ ഇവിടെ DNA ഗ്ലൈക്കോസിലേസ് എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ. സോ ഇത് റെപ്ലിക്കേഷൻ ഫോർക്കിൽ അങ്ങനെ ഫംഗ്ഷൻ ഉള്ളതല്ല. സോ എവിടാണ് ഈ DNA ഗ്ലൈക്കോസിലേസിന്റെ ഫംഗ്ഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ ബേസ് എക്സിഷൻ റിപ്പയറിലാണ് DNA ഗ്ലൈക്കോസിലേസിന്റെ ഫംഗ്ഷൻ വരുന്നത്. സോ ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാം. സോ ഇവിടെ ഒരു ഡാമേജ്ഡ് ബേസ് ഉണ്ട്. സോ ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള ബേസ് മോഡിഫൈ ചെയ്യുന്ന കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ബേസ് എക്സിഷൻ റിപ്പയർ എന്ന് പറയുന്നത്. സോ അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈമാണ് DNA ഗ്ലൈക്കോസിലേസ്. സോ DNA ഗ്ലൈക്കോസിലേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ ഒരു ബേസിനെ മാത്രം റിമൂവ് ചെയ്യും. സോ ബേസിന് ആ ഒരു എൻറ്റയർ ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യുന്നില്ല, ബേസിനെ മാത്രം റിമൂവ് ചെയ്യും. സോ അപ്പം ഫോം ആവുന്ന സൈറ്റ് ആണ് ഈ AP സൈറ്റ് എന്ന് പറയുന്നത്. സോ ഈ AP സൈറ്റിനകത്തും ബാക്ക് ബോൺ അതേപോലെ തന്നെ ഉണ്ട്, ബട്ട് ആ ഒരു ബേസ് ഇല്ല. സോ ആ ഒരു സൈറ്റിനെ ഡിറ്റക്ട് ചെയ്ത് വരുന്നതാണ് ഈ AP എൻഡോന്യൂക്ലിയേസസ് എന്ന് പറയുന്നത്. സോ ആ എൻഡോന്യൂക്ലിയേസസ് വന്നിട്ട് ആ ബാക്ക് ബോണിനെയും റിമൂവ് ചെയ്യും. പിന്നെ എക്സിഷൻ എൻഡോന്യൂക്ലിയേസസ് ഇച്ചിരി ന്യൂക്ലിയോടൈഡ്സിനെ റിമൂവ് ചെയ്യും. പിന്നെ പോളിമറേസ് വന്നിട്ട് ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യും. അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ നോർമൽ ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സ് ആണ് ഇൻകോർപ്പറേറ്റഡ് ആവുന്നത്. സോ ആ ഡാമേജ്ഡ് ഇവിടെ റീപ്ലേസ്ഡ് ആവുന്നുണ്ട്. എന്നിട്ട് ലൈഗേസ് വന്നിട്ട് ആ ഒരു നിക്കിനെ സീൽ ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ബേസ് എക്സിഷൻ റിപ്പയറിനകത്താണ് DNA ഗ്ലൈക്കോസിലേസിന്റെ ഫംഗ്ഷൻ വരുന്നത്, റെപ്ലിക്കേഷൻ ഫോർക്കിൽ അല്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Type of proofreading activity by DNA polymerase 1 in E. coli. So ഇവിടെ ചോദിച്ചിരിക്കുന്നത് DNA polymerase 1-നകത്തുള്ള പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി എപ്പോഴും 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ആണ് എപ്പോഴും പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റിക്കകത്ത് വരുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം, ഇതാണ് 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ലെറ്റ്സ് സേ ഇവിടെ ഒരു ഡാമേജ്, ഇവിടെ ഒരു തെറ്റായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടെങ്കിൽ DNA പോളിമറേസ് അത് എല്ലാം DNA പോളിമറേസ് 1 തന്നെ ആയിരിക്കണം എന്നില്ല, 2 ആയാലും 3 ആയാലും അവർക്കുള്ള പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ആണ്. സോ സിന്തസിസ് നടക്കുന്നത് 5' to 3' ആണ്. എന്നിട്ട് അവിടെ ഒരു മിസ്റ്റേക്ക് വരുമ്പോഴത്തേക്കും ഇച്ചിരി ന്യൂക്ലിയോടൈഡ്സിനെ അവിടെ റിമൂവ് ചെയ്യും. സോ അങ്ങനത്തെ അതിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ആണ് വേണ്ടത്. സോ അത് വെച്ച് നമുക്ക് റിമെമ്പർ ചെയ്യാം. പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി ആണെങ്കിൽ 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ആണ്. സോ അതേസമയം എന്തായാലും എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റി അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് NC എന്നാണ് ന്യൂക്ലിയോടൈഡ്സ് റിമൂവ് ചെയ്യേണ്ടത്. സോ 5' to 3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി എവിടെ വരുന്നതെന്ന് വെച്ചാൽ അത് പ്രൈമർ റിമൂവൽ ആക്ടിവിറ്റിക്കകത്താണ് ഉള്ളത്. സോ പ്രൈമറിനെ റിമൂവ് ചെയ്യുന്നത് നമ്മൾ 5' to 3' ഡയറക്ഷനിൽ തന്നെയായിരിക്കും പ്രൈമറിനെ റിമൂവ് ചെയ്യുന്നത്. സോ അതാണ് 5' to 3' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഇത് എക്സ്ക്ലൂസീവ്ലി DNA പോളിമറേസ് 1-നാണ് ഉള്ളത്.
സോ പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി DNA polymerase 1, 2 and 3 പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി ഉണ്ട്. ബട്ട് ഈ പ്രൈമർ റിമൂവിംഗ് ആക്ടിവിറ്റി 5' to 3' എക്സോന്യൂക്ലിയസ് പ്രൈമർ റിമൂവൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് DNA polymerase 1 എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. സോ ബേസിക്കലി ഇവിടെ ഓർത്തുവെക്കുന്നത് പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 17th question. Which enzyme is involved in direct repair mechanism against ultraviolet induced DNA damage? Option A, RNA polymerase. Option B, restriction endonucleases. Option C, UVR ABC. Option D, photolyase. So the right answer എന്ന് പറയുന്നത് photolyase എന്ന് പറയുന്ന എൻസൈം ആണ്. സോ ഇതാണ് ആ ഒരു ഈ ഒരു അൾട്രാവയലറ്റിന്റെ റിപ്പയർ മെക്കാനിസം എന്ന് പറയുന്നത്. സോ അൾട്രാവയലറ്റ് റേഡിയേഷൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ തൈമിഡിൻ ഡൈമേഴ്സ് ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇത് പറയുന്ന എക്സ്ക്ലൂസീവ്ലി ബാക്ടീരിയക്കകത്താണ് ഈ ഒരു റിപ്പയർ മെക്കാനിസം ഉള്ളത്. സോ UV റേഡിയേഷൻ വീഴുമ്പോഴത്തേക്കും തൈമിഡിൻ ഡൈമേഴ്സ് ഫോം ചെയ്യാറുണ്ട്. സോ ഈ തൈമിഡിൻ ഡൈമേഴ്സിനെ ഡിറ്റക്ട് ചെയ്തിട്ട് വരുന്ന എൻസൈം ആണ് ഫോട്ടോലയേസ്. ഈ ഫോട്ടോലയേസ് ഇതിനകത്ത് ഇങ്ങനെ ബൈൻഡ് ചെയ്തിരിക്കും. എന്നിട്ട് ബ്ലൂ ലൈറ്റിനെ അബ്സോർവ് ചെയ്തിട്ടാണ് ആ ബോൺസ് ഈ തൈമിഡിൻ ഡൈമേഴ്സും തമ്മിലുള്ള ബോൺസിനെ ബ്രേക്ക് ചെയ്തിട്ട് അത് ആ ഒരു റിപ്പയറിനെ ആ ഒരു തൈമിഡിൻ ഡൈമറിനെ റിപ്പയർ ചെയ്യുന്നത് അങ്ങനെയാണ്. സോ അവർക്ക് ഇതിന് വേണ്ടിയിട്ട് ബ്ലൂ ലൈറ്റിന്റെ ആവശ്യമുണ്ട്. സോ അതുകൊണ്ടാണ് ഇതിന് ഫോട്ടോലയേസ് എന്ന് പറഞ്ഞ പേര് ഉള്ളത്. സോ ബേസിക്കലി ഇത് ഈക്കോലയ്ക്കകത്ത് അല്ലെങ്കിൽ ബാക്ടീരിയക്കകത്തുള്ള മെക്കാനിസം ആണ്. യൂക്കാരിയോട്സിനകത്ത് ഈ ഒരു മെക്കാനിസം ഇല്ല. സോ ഡയറക്റ്റ് റിപ്പയർ ഫോട്ടോലയേസ് വെച്ചിട്ടുള്ള ഡയറക്റ്റ് റിപ്പയർ ആണ് ഇത് ബാക്ടീരിയക്കകത്ത് നമുക്ക് ഇങ്ങനെ കാണുന്നത്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫോട്ടോലയേസ് ആണ്. ഓപ്ഷൻ എ RNA polymerase ട്രാൻസ്ക്രിപ്ഷനകത്തുള്ള എൻസൈംസ് ആണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് നമുക്ക് ഇൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയോടൈഡ്സ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നാച്ചുറലി ബാക്ടീരിയക്കകത്ത് ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. UVR ABC എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയറിനകത്ത് ഇങ്ങനത്തെ ബൾക്കി ലിഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഈ UVR ABC എന്ന് പറയുന്നത്. സോ ഫോട്ടോലയേസ് ആണ് ഈ മെക്കാനിസത്തിനകത്ത് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Error-free repair of double-strand breaks in DNA is accomplished by option A, non-homologous end joining, option B, base excision repair, option C, homologous recombination, option D, mismatch repair. So നമുക്കൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്ക് വീഴുകയാണെങ്കിൽ അവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ നോൺ ഹോമോലോഗസ് എൻഡ് ജോയിനിങ് അല്ലെങ്കിൽ ഹോമോലോഗസ് റീകോമ്പിനേഷൻ. സോ ഇതിനകത്ത് എറർ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ എറർ ലെസ് ആയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത് ഹോമോലോഗസ് റീകോമ്പിനേഷൻ ആണ്. സോ ഇവിടെ നമുക്ക് നോക്കാം. ഇതാണ് രണ്ട് തരത്തിലുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്കിന്റെ റിപ്പയർ മെക്കാനിസം. ഒന്ന് നോൺ ഹോമോലോഗസ് എൻഡ് ജോയിനിങ്. ഈ KU എന്ന് പറയുന്ന പ്രോട്ടീൻസ് ഇതിങ്ങനെ രണ്ട് ക്രോമോസോംസിനെ അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഡബിൾ സ്റ്റാൻഡിന്റെ ബ്രേക്ക് സമയത്ത് ആ ബ്രേക്കിനെ ആ സ്ട്രാൻഡ്സിനെ അങ്ങ് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ലൈഗേഷൻ ആണ് അവിടെ നടക്കുന്നത്. ബട്ട് ഹോമോലോഗസ് റീകോമ്പിനേഷന്റെ സമയത്ത് മറ്റൊരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് സിന്തസൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ എറർ ലെസ് എന്ന് പറയുന്നത് ഹോമോലോഗസ് റീകോമ്പിനേഷൻ ആണ്. നോൺ ഹോമോലോഗസ് എൻഡ് ജോയിനിങ്ങിനകത്ത് എറർ പ്രോൺ ആയിട്ടുള്ള ഒരു റിപ്പയർ മെക്കാനിസം ആണ് ഈ NHEJ എന്ന് പറയുന്നത്. പിന്നെ ഓപ്ഷൻസ് ബേസ് എക്സിഷൻ റിപ്പയർ ആൻഡ് മിസ്മാച്ച് റിപ്പയർ. സോ ഇതൊക്കെ DNA-ക്കകത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്കിനുള്ള റിപ്പയർ അല്ല. സോ എന്തെങ്കിലും ബൾക്കി ആയിട്ടുള്ള ബേസ് അല്ലെങ്കിൽ ബേസ് മോഡിഫൈ ആവുമ്പോൾ വരുന്ന റിപ്പയർ ആണ് ബേസ് എക്സിഷൻ റിപ്പയർ. അതേസമയം മിസ്മാച്ച് വരുമ്പോൾ ഉള്ള റിപ്പയർ ആണ് മിസ്മാച്ച് റിപ്പയർ. സോ ഇതിനകത്ത് നോൺ ഹോമോലോഗസ് എൻഡ് ജോയിനിങ് എറർ പ്രോൺ ആണ്. ക്വസ്റ്റ്യനകത്ത് എറർ ഫ്രീ ആയിട്ടുള്ള റിപ്പയർ ഏതാണ് ഡബിൾ സ്റ്റാൻഡേർഡ് ബ്രേക്സിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹോമോലോഗസ് റീകോമ്പിനേഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which eukaryotic RNA polymerase transcribes tRNA genes? So, eukaryotic സിസ്റ്റത്തിനകത്ത് പലതരം RNA polymerases ഉണ്ട്. 1, 2 and 3. സോ ഇതിനകത്ത് ഏതാണ് tRNA ജീൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ RNA polymerase 1, ഓപ്ഷൻ ബി RNA polymerase 3, ഓപ്ഷൻ സി RNA polymerase 2, ഓപ്ഷൻ ഡി DNA polymerase 1. സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് RNA polymerase 3 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. സോ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ടേബിള് നമുക്ക് ഓർത്ത് വെക്കാം.
സോ RNA polymerase 3 tRNAയും പിന്നെ 5s rRNAനെയും ട്രാൻസ്ക്രൈബ് ചെയ്യുന്നതാണ് RNA polymerase 3. ഇത് ന്യൂക്ലിയോപ്ലാസത്തിനകത്താണ് നടത്തുന്നത്. പിന്നെ ഉള്ളത് RNA polymerase 1 ആൻഡ് RNA polymerase 2. സോ RNA polymerase 1 rRNAനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. ഇത് ന്യൂക്ലിയോലസിനകത്താണ് ഈ rRNAയുടെ സിന്തസൈസ് നടക്കുന്നത് മോസ്റ്റ്ലി ന്യൂക്ലിയോലസിനകത്താണ്, എക്സെപ്റ്റ് 5s rRNA. 5s rRNA RNA polymerase 3 ആണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് ന്യൂക്ലിയോപ്ലാസത്തിനകത്ത്. ബാക്കി എല്ലാം rRNAയും ന്യൂക്ലിയോലസിനകത്താണ് നടക്കുന്നത്. RNA polymerase 1 ആണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള RNA polymerase ആണ് RNA polymerase 2. mRNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് RNA polymerase 2 ആണ് ന്യൂക്ലിയോപ്ലാസത്തിനകത്താണ്. പിന്നെ snRNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് RNA polymerase 2 ആണ്. സോ ഇതൊന്ന് ഓർത്ത് വെക്കുക. RNA polymerase 1 rRNAനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. RNA polymerase 2 mRNA and snRNA ന്യൂക്ലിയോപ്ലാസത്തിലാണ്. RNA polymerase 3 5s rRNA and tRNA ന്യൂക്ലിയോപ്ലാസത്തിലാണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന tRNA ജീൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന യൂക്കാരിയോട്ടിക് RNA polymerase ഏതാണെന്നാണ്. സോ ഓപ്ഷൻ ബി RNA polymerase 3 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. During splicing, the branch point adenine is involved in formation of option A hairpin loop, option B lariat structure, option C Okazaki fragment, option D ribosine complex. So in the right answer എന്ന് പറയുന്നത് lariat structure ആണ് ഫോം ചെയ്യുന്നത്. നമുക്ക് സ്പ്ലൈസിംഗിന്റെ പ്രോസസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ സ്പ്ലൈസിംഗിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ്സ് ഏതൊക്കെയാണ്? 5' സ്പ്ലൈസിംഗ്, ബ്രാഞ്ച് പോയിന്റ് ആൻഡ് 3' സ്പ്ലൈസ് സൈറ്റ് ആണ്. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ബ്രാഞ്ച് പോയിന്റ് ഓഫ് അഡെനിൻ ഇസ് ഇൻവോൾവ്. സോ ബ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു അഡെനിൻ ആണ് ബ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു 5' സ്പ്ലൈസ് സൈറ്റിനകത്ത് കട്ട് നടക്കും, 3' സ്പ്ലൈസിനകത്ത് കട്ട് നടക്കും. ഈ 5' സ്പ്ലൈസ് സൈറ്റ് പോയി ഈ അഡെനിന്റെ അവിടെ ബൈൻഡ് ചെയ്യും. സോ ഇങ്ങനെ ബൈൻഡ് ചെയ്യുമ്പം ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് ഫോം ചെയ്യുന്നത്. ആ സ്ട്രക്ചർ റിലീസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ റിലീസ്ഡ് ആവുന്ന ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ലാരിയേറ്റ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. സോ ഈ ലാരിയേറ്റ് സ്ട്രക്ചർ പിന്നീട് ഡീഗ്രേഡഡ് ആയാണ് പോകുന്നത്. പിന്നെ ഈ ഒരു എക്സോൺസ് നെക്സ്റ്റ് അടുത്തുള്ള എക്സോൺസ് എക്സോൺ 1 ആൻഡ് എക്സോൺ 2 ഇവിടെ ലിങ്ക് ചെയ്തിട്ട് ഇൻട്രോൺസിനെയൊക്കെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഈ ഇൻട്രോൺ ഇങ്ങനെ ഒരു ലാരിയേറ്റ് സ്ട്രക്ചർ ആയിട്ട് റിലീസ് ചെയ്യുകയും പിന്നെ അത് ഡീഗ്രേഡഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ എക്സോൺസ് അഡ്ജസന്റ് ആയിട്ടുള്ള എക്സോൺസിനെ ലിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇതാണ് സ്പ്ലൈസിംഗിനകത്ത് ഫോം ആവുന്ന സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ ലാരിയേറ്റ് സ്ട്രക്ചർ ആണ് സ്പ്ലൈസിംഗിന്റെ സമയത്ത് ഫോം ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആന്റി കോഡോൺ സീക്വൻസ് ലൈസൻസ്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആന്റി കോഡോൺ സീക്വൻസ് എവിടാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ DNA, ഓപ്ഷൻ ബി rRNA, ഓപ്ഷൻ സി tRNA, ഓപ്ഷൻ ഡി mRNA. സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് tRNAക്കകത്താണ് നമുക്ക് ആന്റി കോഡോൺ സീക്വൻസസ് കാണുന്നത്. സോ ഇത് tRNA and mRNAയുടെ ബൈൻഡിങ് നമുക്ക് കാണാം. സോ 5' to 3' ആയിട്ടുള്ള mRNAക്കകത്ത് ഉള്ളത് കോഡോൺസ് ആണ്. 3 ന്യൂക്ലിയോടൈഡിന് പറയുന്നതാണ് കോഡോൺസ് ആണ്. ഈ കോഡോൺസിനെ റീഡ് ചെയ്യുന്ന tRNAക്കകത്തുള്ള സീക്വൻസസ് ആണ് ആന്റി കോഡോൺസ്. സോ ഇതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള കോഡോൺസ് ആണ് ആന്റി കോഡോൺസ് എന്ന് പറയുന്നത്. ആന്റി കോഡോൺസ് ഉള്ളത് tRNAക്കകത്താണ് ആന്റി കോഡോൺസ് ഉള്ളത്. mRNAക്കകത്ത് കോഡോൺസ് ആണ് ഉള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 22. If inducer binds to repressor, it will prevent. Option A, binding of RNA polymerase to promoter. Option B, binding of repressor to operator. Option C, binding of repressor to promoter. Option D, transcription. സോ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡ്യൂസറിന്റെ പ്രസൻസിൽ ഇൻഡ്യൂസർ റെപ്രസറിനെ ബൈൻഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇൻഡ്യൂസർ റെപ്രസറിനെ ബൈൻഡ് ചെയ്യുമ്പോൾ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ അലോ ആണ് ചെയ്യേണ്ടത്. സോ അതെന്താണ് പ്രിവെന്റ് ചെയ്യേണ്ടത്? റെപ്രസർ ഇൻഡ്യൂസർ ഇല്ലാത്ത സമയത്ത് ഓപ്പറേറ്ററിനകത്താണ് പോയി ബൈൻഡ് ചെയ്തിട്ടാണ് ട്രാൻസ്ക്രിപ്ഷനെ പ്രിവെന്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഓപ്പറേറ്ററിനകത്ത് റെപ്രസർ ഇൻഡ്യൂസർ ഇല്ലാത്ത സമയത്ത് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും RNA പോളിമറേസിന് അത് ആക്സസ് ചെയ്യാൻ ആ ജീൻ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്.
അതേസമയം ഇൻഡ്യൂസർ ഉള്ള സമയത്ത് നമുക്ക് ആ ജീനെ ആക്ടിവേറ്റ് ചെയ്യണം. സോ ആ ജീനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ റെപ്രസർ അവിടെ ബൈൻഡ് ചെയ്യാൻ പാടില്ല. റെപ്രസർ എവിടെ ബൈൻഡ് ചെയ്യാൻ പാടില്ല? ഓപ്പറേറ്ററിനകത്ത് ബൈൻഡ് ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ ഓപ്പറേറ്ററിനകത്ത് ബൈൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസർ റെപ്രസറിനകത്ത് ബൈൻഡ് ചെയ്തിരിക്കും. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു റെപ്രസറിന് ഇൻഡ്യൂസർ ബൈൻഡഡ് ആയിട്ടുള്ള റെപ്രസറിന് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ എന്തായിരിക്കും? ബൈൻഡിങ് ഓഫ് RNA പോളിമറേസ് ടു പ്രൊമോട്ടർ. സോ അങ്ങനല്ല, ഇൻഡ്യൂസർ റെപ്രസറിനകത്ത് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ബൈൻഡിങ് ഓഫ് റെപ്രസർ ടു ഓപ്പറേറ്റർ ആണ് അവിടെ പ്രിവെന്റ് ചെയ്യുന്നത്. സോ ബൈൻഡിങ് ഓഫ് RNA പോളിമറേസ് ടു പ്രൊമോട്ടർ. സോ RNA പോളിമറേസ് ടു പ്രൊമോട്ടർ അവിടെ പ്രോബ്ലം വരുന്നില്ല, ബിക്കോസ് റെപ്രസർ ഇപ്പൊ ഓപ്പറേറ്ററിനകത്തില്ല. സോ RNA പോളിമറേസിന് മൊത്തത്തിൽ ആ ഒരു ജീനിനെ ഇപ്പൊ ആക്സസ് ചെയ്യാൻ പറ്റും ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബൈൻഡിങ് ഓഫ് റെപ്രസർ ടു പ്രൊമോട്ടർ. സോ റെപ്രസേഴ്സ് പ്രൊമോട്ടറിനകത്തല്ല ബൈൻഡ് ചെയ്യുന്നത്, ഓപ്പറേറ്ററിനകത്താണ് ജനറലി ബൈൻഡ് ചെയ്യുന്നത്. ഈ ഓപ്പറേറ്റർ റീജിയൻ ചില സമയത്ത് പ്രൊമോട്ടറിനകത്ത് വരാം, ബട്ട് മെയിൻലി ഓപ്പറേറ്ററിനകത്തല്ല. റെപ്രസർ ബൈൻഡ് ചെയ്യുന്നത് റെപ്രസർ ബൈൻഡ് ചെയ്യുന്നത് ഓപ്പറേറ്ററിനകത്താണ്. അപ്പോഴും ഇൻഡ്യൂസറിന്റെ പ്രസൻസിൽ ഓപ്പറേറ്റർ എവിടെയും ബൈൻഡ് ചെയ്യത്തില്ല, ഓപ്പറേറ്ററിനകത്ത് ബൈൻഡ് ചെയ്യത്തില്ല. സോ അതാണ് അവിടെ പ്രിവെന്റഡ് ആയി പോകുന്നത്. ഓപ്ഷൻ ഡി ട്രാൻസ്ക്രിപ്ഷൻ. സോ ഇൻഡ്യൂസർ ഉള്ളപ്പോൾ നമുക്ക് ട്രാൻസ്ക്രിപ്ഷനെ ആക്ടിവേറ്റ് ആണ് ചെയ്യേണ്ടത്. ഇൻഡ്യൂസർ ഇല്ലെങ്കിലാണ് റെപ്രസറിന്റെ കാരണം ട്രാൻസ്ക്രിപ്ഷൻ പ്രിവെന്റ് ചെയ്യപ്പെടുന്നത്. സോ ഇത് അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബൈൻഡിങ് ഓഫ് റെപ്രസർ ടു ദി ഓപ്പറേറ്റർ ആണ് അവിടെ പ്രിവെന്റഡ് ആവുന്നത് ഇൻ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. സോ ഇത് ഈ ഒരു ഇമേജ് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇൻഡ്യൂസർ ഇല്ലാത്ത സമയത്ത് റെപ്രസർ പോയി ഓപ്പറേറ്ററിനകത്ത് ബൈൻഡ് ചെയ്യും. സോ ഓപ്പറേറ്ററിനകത്ത് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും RNA പോളിമറേസിന് ഈ ജീനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. സോ RNA പോളിമറേസിന് ഇത് ട്രാൻസ്ക്രിപ്ഷൻ അവിടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ അവിടെ പ്രിവെന്റഡ് ആവുന്നുണ്ട്. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കണ്ടീഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ ആണ്. സോ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ ബൈൻഡിങ് ടു റെപ്രസർ. സോ ഇൻഡ്യൂസർ ഉള്ള സമയത്ത് ഇൻഡ്യൂസർ റെപ്രസറിനകത്ത് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ഓപ്പറേറ്ററിനകത്ത് ബൈൻഡ് ചെയ്യില്ല. സോ റെപ്രസർ ഇവിടെ ഇനാക്ടിവേറ്റഡ് ആയാണ് ഇരിക്കുന്നത്. സോ ഇങ്ങനെ ഇനാക്ടിവേറ്റഡ് ആയിരിക്കുമ്പോഴത്തേക്കും ഓപ്പറേറ്ററിനകത്ത് റെപ്രസർ ബൈൻഡ് ആവത്തില്ല. അപ്പം RNA പോളിമറേസിന് എൻറ്റയർ ജീനെ ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ സംഭവിക്കും. പിന്നെ അതിന്റെ ജീൻ ആക്ടിവേറ്റഡ് ആണ്, ട്രാൻസ്ലേഷനും സംഭവിക്കും. സോ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇൻഡ്യൂസർ ഉള്ള സമയത്ത് അത് റെപ്രസറിനെ ബൈൻഡ് ചെയ്തിട്ട് അതിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. അപ്പൊ അവിടെ പ്രിവെന്റഡ് ആവുന്നത് എന്താണ്? ഈ ഒരു പ്രോസസ് ആണ് അവിടെ പ്രിവെന്റഡ് ആവുന്നത്. അതായത് റെപ്രസർ ഇപ്പോൾ ഓപ്പറേറ്ററിനകത്ത് ബൈൻഡ് ചെയ്യുന്ന പ്രോസസ് ആണ് അവിടെ പ്രിവെന്റ് ചെയ്യുന്നത്. അതവിടെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ബൈൻഡിങ് ഓഫ് റെപ്രസർ ടു ദ ഓപ്പറേറ്റർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മ്യൂട്ടേഷൻ ഇൻ ടാറ്റ ബോക്സ് വിൽ പ്രൈമറിലി എഫക്ട്. സോ ടാറ്റ ബോക്സിനകത്ത് ഒരു മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്ത് പ്രോസസ്സിനെയാണ് എഫക്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് ചോദ്യം. സോ ടാറ്റ ബോക്സ് നമുക്കറിയാം വളരെ കൺസേർഡ് ആയിട്ടുള്ള സീക്വൻസസ് ആണ്. സോ ഇതിനകത്ത് മ്യൂട്ടേഷൻ വരുവാണെങ്കിൽ ഏത് പ്രോസസ്സിനെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ ട്രാൻസ്ലേഷൻ, ഓപ്ഷൻ ബി DNA റെപ്ലിക്കേഷൻ, ഓപ്ഷൻ സി ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷിയേഷൻ, ഓപ്ഷൻ ഡി സ്പ്ലൈസിംഗ്. സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷിയേഷൻ ആണ്. സോ ഇത് ട്രാൻസ്ക്രിപ്ഷനകത്താണ് ഈ ഒരു ടാറ്റ ബോക്സിന്റെ ഫംഗ്ഷൻ വരുന്നത്. സോ ടാറ്റ ബോക്സ് നമുക്കറിയാം പ്രൊമോട്ടർ റീജിയനകത്തുള്ള ഒരു വെരി കൺസേർവ്ഡ് ആയിട്ടുള്ള സീക്വൻസ് ആണ് ഈ ടാറ്റ ബോക്സ് എന്ന് പറയുന്നത്. സോ പ്രൊമോട്ടറിനകത്തുള്ള സീക്വൻസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ക്രിപ്ഷനകത്താണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ വരുന്നത്. ട്രാൻസ്ലേഷനിലല്ല, DNA റെപ്ലിക്കേഷനിലല്ല, സ്പ്ലൈസിംഗിലുമല്ല. ട്രാൻസ്ക്രിപ്ഷന്റെ ഇനീഷിയേഷനകത്താണ് ഇവരുടെ റോള് വരുന്നത്. സോ പ്രൊമോട്ടർ റീജിയനിൽ കൺസേർവ്ഡ് ആയിട്ടുള്ള ടാറ്റ ബോക്സിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് വരുന്ന ഇച്ചിരി ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ടാറ്റ ബോക്സ് ബൈൻഡിങ് ഫാക്ടർ, ബൈൻഡിങ് പ്രോട്ടീൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ അവര് വന്ന് ബൈൻഡ് ചെയ്തിട്ടാണ് പിന്നെ വേറെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ബൈൻഡ് ചെയ്യുന്നത്. എന്നിട്ടാണ് RNA പോളിമറേസ് 2 വന്നിട്ട് ട്രാൻസ്ക്രിപ്ഷന്റെ ഇനീഷിയേഷൻ അവിടെ സംഭവിക്കുന്നത്. അപ്പം ഇത്തരം കൺസേർവ്ഡ് ആയിട്ടുള്ള സീക്വൻസിനകത്ത് ഒരു മ്യൂട്ടേഷൻ വരുവാണെങ്കിൽ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷിയേറ്റഡ് ആകത്തില്ല. സോ ഇപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷിയേഷൻ ആണ്. സോ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷിയേഷൻ ഈ ടാറ്റ ബോക്സ് എന്ന് പറയുന്ന ഈ കൺസേർവ്ഡ് ആയിട്ടുള്ള സീക്വൻസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. ഇത് ജീന്റെ പ്രൊമോട്ടർ റീജിയനിലാണ് ഇത് കാണുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ട്രാൻസ്ക്രിപ്ഷണൽ റെഗുലേഷൻ ഓഫ് ട്രിപ്റ്റോഫാൻ ബൈ ട്രിപ്റ്റോഫാൻ ഇൻവോൾവ്സ് ബൈൻഡിങ് ഓഫ് ട്രിപ്റ്റോഫാൻ ടു.
സോ ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 1 by 1 ആയിട്ട് ഓപ്ഷൻസ് നോക്കാം. The repressor protein, ഇവിടെ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ transcription regulation of tryptophan operon by tryptophan involves binding of tryptophan too. So tryptophan ഉള്ള സമയത്ത് tryptophan എവിടാണ് ബൈൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. The repressor protein and the inhibition of the transcription by its interaction with the operator region. Option B, RNA polymerase and inhibition of transcription. Option C, the repressor protein leading to the structural changes and degradation. Option D, the repressor protein leads to its interaction with the sigma subunit and inhibition of transcription. The right answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. The repressor tryptophan ബൈൻഡ് ചെയ്യാൻ പോകുന്നത് repressor പ്രോട്ടീനകത്താണ് ആൻഡ് ഇൻഹിബിഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ബൈ ഇറ്റ്സ് ഇന്ററാക്ഷൻ വിത്ത് ദ ഓപ്പറേറ്റർ റീജിയൻ. സോ ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ എന്ന് പറയുന്നത് ഒരു ബയോസിന്തസിന് വേണ്ടിയിട്ടുള്ള ഓപ്പറോൺ ആണ്. അതായത് ഇത് ഇൻഡ്യൂസിബിൾ അല്ല, റെപ്രസബിൾ സിസ്റ്റം ആണ്. എന്ന് വെച്ചാല് ട്രിപ്റ്റോഫാന്റെ പ്രസൻസിൽ നമുക്ക് ആ ഒരു ജീൻ ഇനാക്ടിവേറ്റഡ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. ബിക്കോസ് ട്രിപ്റ്റോഫാൻ അവിടെ ഉണ്ട്. സോ ട്രിപ്റ്റോഫാൻ ഉള്ള സമയത്ത് ആ ജീൻ ട്രിപ്റ്റോഫാൻ സിന്തസിസ് ചെയ്യേണ്ട ജീൻ ആക്റ്റീവ് ആവേണ്ട ആവശ്യമില്ല. സോ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിനകത്ത് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് കോ റെപ്രസർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ട്രിപ്റ്റോഫാൻ ഇല്ലെങ്കിൽ ആ ഒരു റെപ്രസർ ആക്റ്റീവ് അല്ല. സോ അപ്പം ട്രിപ്റ്റോഫാന്റെ ആബ്സെൻസിൽ ആ ജീൻ ആക്റ്റീവ് ആണ്. സോ ട്രിപ്റ്റോഫാന്റെ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള ജീൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ട്രിപ്റ്റോഫാൻ ഉള്ള സമയത്ത് ആ ജീനെ ഓഫ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. സോ അങ്ങനെ അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിപ്റ്റോഫാൻ ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? കോ റെപ്രസർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ട്രിപ്റ്റോഫാനും കോ-റെപ്രസർ ആയിട്ടുള്ള ട്രിപ്റ്റോഫാനും റെപ്രസർ പ്രോട്ടീനും കൂടെ ബൈൻഡ് ചെയ്തിട്ട് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള റെപ്രസർ ഫോം ചെയ്യും. എന്നിട്ട് അവർ ഓപ്പറേറ്റർ റീജിയനകത്ത് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഇൻഹിബിഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സോ ഓപ്ഷൻ ബി എന്താണ് പറയുന്നത്? RNA പോളിമറേസോ. എപ്പോഴും ട്രിപ്റ്റോഫാൻ RNA പോളിമറേസിനകത്ത് ബൈൻഡ് ചെയ്യാറില്ല. സോ ഓപ്ഷൻ ബി റോങ് ആണ്. ഓപ്ഷൻ സി, ദ റെപ്രസർ പ്രോട്ടീൻ ലീഡിംഗ് ടു സ്ട്രക്ചറൽ ചേഞ്ചസ് ആൻഡ് ഡീഗ്രഡേഷൻ അല്ല. സോ ഇവിടെ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന കോ റെപ്രസർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ആ ഒരു റെപ്രസറിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ട്രിപ്റ്റോഫാൻ ഉള്ളത്, അല്ലാതെ റെപ്രസർ പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്യുന്നേ അല്ല. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ദ റെപ്രസർ പ്രോട്ടീൻ ബൈൻഡ്സ് ടു ദ റെപ്രസർ പ്രോട്ടീൻ ലീഡ്സ് ടു ഇറ്റ്സ് ഇന്ററാക്ഷൻ വിത്ത് ദ സിഗ്മ സബ് യൂണിറ്റ് ആൻഡ് ഇൻഹിബിഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ അല്ല. ഇവിടെ മൊത്തത്തില് ആക്ടിവേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്, ഇൻഹിബിഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ബട്ട് സിഗ്മ ഫാക്ടറുമായിട്ട് അവിടെ ഇന്ററാക്ഷൻ ഒന്നുമില്ല. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇമേജ് വെച്ചിട്ട് നമുക്ക് നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റെപ്രസർ പ്രോട്ടീൻ ആയിട്ടാണ് ട്രിപ്റ്റോഫാൻ ബൈൻഡ് ചെയ്യുന്നത്, എന്നിട്ട് ട്രാൻസ്ക്രിപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ഇമേജിൽ നമുക്ക് നോക്കാം. സോ ട്രിപ്റ്റോഫാൻ കോ റെപ്രസർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ട്രിപ്റ്റോഫാന്റെ ആബ്സെൻസിൽ നമുക്ക് ആ ട്രാൻസ്ക്രിപ്ഷൻ നടക്കണം. ബിക്കോസ് ട്രിപ്റ്റോഫാനെ സിന്തസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം ട്രിപ്റ്റോഫാന്റെ ആബ്സെൻസിൽ ആ റെപ്രസർ റെപ്രസർ ആക്റ്റീവ് അല്ല, അതിനെ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ട്രിപ്റ്റോഫാന്റെ പ്രസൻസിൽ അത് കോ റെപ്രസർ ആയിട്ടുള്ള ട്രിപ്റ്റോഫാനും കൂടെ ബൈൻഡ് ചെയ്യുമ്പോൾ ആ റെപ്രസർ ആക്ടിവേറ്റഡ് ആണ് ആവുന്നത്. സോ ആക്ടിവേറ്റഡ് ആകുമ്പോൾ ആ ജീനിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കോംപ്ലക്സ് ഇപ്പം ട്രിപ്റ്റോഫാനും ആ റെപ്രസറും കൂടെ ഉള്ള കോംപ്ലക്സ്, ആക്റ്റീവ് ആയിട്ടുള്ള കോംപ്ലക്സ് പോയി ഓപ്പറേറ്റർ റീജിയനകത്ത് ബൈൻഡ് ചെയ്യും. അപ്പം RNA പോളിമറേസിന് ജീൻ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ അവിടെ നടക്കത്തില്ല. സോ ഇങ്ങനെയാണ് ഈ ബയോസിന്തസിന് വേണ്ടിയിട്ടുള്ള റെപ്രസിബിൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഓക്കെ, സോ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ട്രിപ്റ്റോഫാൻ ഇവിടെ കോ റെപ്രസർ ആണ്. ട്രിപ്റ്റോഫാൻ റെപ്രസറിനകത്ത് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആ റെപ്രസർ ആക്റ്റീവ് ആണ് ആവുന്നത്. എന്നിട്ട് അവർ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കത്തില്ല. സോ ഇതാണ് ട്രിപ്റ്റോഫാൻ ഓപ്പറോണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് ബയോടെക്നോളജിയിലെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മോളിക്കുലർ marker types uses combination of both restriction enzymes and PCR technique. So restriction enzymes in PCR ടെക്നിക്കിനെയും ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യുന്ന മോളിക്കുലർ മാർക്കർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിനകത്ത് റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്യുന്ന മോളിക്കുലർ മാർക്കർ എന്ന് പറയുന്നത് ജനറലി RFLP ആണ് റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്യുന്ന മോളിക്കുലർ മാർക്കർ എന്ന് പറയുന്നത്. പിന്നെ PCR ടെക്നിക് എന്ന് പറയുമ്പോൾ നമ്മൾ ആംപ്ലിഫിക്കേഷൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് രണ്ടിന്റെ കോമ്പിനേഷൻ ഉള്ള ഒരു
മോളിക്കുലർ മാർക്കർ ഈ ലിസ്റ്റിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ SSR, ഓപ്ഷൻ ബി AFLP, ഓപ്ഷൻ സി SNP ആൻഡ് ഓപ്ഷൻ ഡി RAPD. സോ ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ എ എന്ന് പറയുന്നത് സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ്സ് ആണ്. സോ അതിനകത്ത് നമ്മൾ ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈംസ് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. സോ ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് AFLP. സോ AFLP എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് AFLP ആണ്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സോ റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്തിട്ടും PCR കൂടെ യൂസ് ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് AFLP ആണ്. സോ ആംപ്ലിഫൈഡ് ഫ്രാഗ്മെന്റ് ലെങ്ത് പോളിമോർഫിസം ആണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ AFLP ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസും PCR ടെക്നിക്, അതായത് ആംപ്ലിഫിക്കേഷനും കൂടെ യൂസ് ചെയ്യുന്നത് AFLPക്കകത്താണ്. സോ ഓപ്ഷൻ സി സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം അല്ല. ഓപ്ഷൻ ഡി RAPD അല്ല. RAPD റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്യാണ്ട് PCR ടെക്നിക് മാത്രം യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ RAPD എന്ന് പറയുന്നത്, റാൻഡം ആംപ്ലിഫൈഡ് പോളിമോർഫിസം, DNA പോളിമോർഫിസം എന്ന് പറയുന്നത്. സോ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് AFLP ആണ്. AFLP ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെയും PCR ടെക്നിക്കിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്നത്. സോ ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. താങ്ക് യു.